സിനിമയോളം മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു മാധ്യമമില്ല. എന്നാൽ സമീപകാലത്ത് മലയാള സിനിമാ വ്യവസായ രംഗത്ത് കാണുന്ന പ്രവണതകൾ നൽകുന്ന സൂചന എന്താണ്? സിനിമയിലൂടെ ചരിത്രത്തിലെ ചില സംഭവങ്ങളെ വെള്ളപൂശാൻ ഒരുങ്ങുന്നവരുടെ രാഷ്ട്രീയ അജണ്ട എന്താണ്? കള്ളപ്പണവും ലഹരി മാഫിയയും മലയാള സിനിമയെ പിടിമുറുക്കുന്നു എന്ന ആശങ്കയുടെ പിന്നിലെ വസ്തുത എന്താണ്? ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മലയാള സിനിമാ വ്യവസായം ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു സിനിമാ സംവിധായകൻ ശ്രീ അലി അക്ബർ, ചലച്ചിത്ര നിർമ്മാതാവ് ശ്രീ സിബി തോട്ടുപുറം, സിനിമാ സംവിധായകൻ ശ്രീ ടോമി മട്ടി, സാമൂഹിക നിരീക്ഷകൻ ശ്രീ സിജോ അമ്പാട്ട്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ടോമി മട്ടി, ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് ചൂടുവെച്ച ആളാണ് ശ്രീ ടോമി മട്ടി. ഒരേ സമയം ഒരു സിനിമാ സംവിധായകൻ എന്നതിൽ ഉപരിയായിട്ട് ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ചോദ്യം ശ്രീ ടോമിലേക്കാണ്. മലയാള സിനിമയിൽ സമീപകാലത്തെ ചില പ്രവണതകൾ അല്ലെങ്കിൽ പലപ്പോഴും സിനിമയെ ആളുകൾ പ്രതിക്കൂട്ടിൽ നിർത്താറുണ്ട്. ഉദാഹരണം, എവിടെയെങ്കിലുമൊക്കെ ചില കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സിനിമയുടെ സ്വാധീനമാണ് എന്ന് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളൊക്കെ അതിനെ അങ്ങനെ വിലയിരുത്താറുണ്ട്. അത്തരം ലേബലുകളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് നമ്മൾ സിനിമകൾ ചെയ്യുന്നത് തന്നെ പല കഥകള്, മനുഷ്യ ജീവിതങ്ങൾ കണ്ടിട്ടാണ് സിനിമ ചെയ്യുന്നത്. ശരിക്കും അവന്റെ ഇമാജിനേഷൻ തന്നെ ആ ഒരു മനുഷ്യന്റെ ഇമാജിനേഷനാണ് സിനിമ. അപ്പൊ ആ ഒരു ഇമാജിനേഷനിലുള്ള കൊലപാതകങ്ങൾ അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നേ നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ്. സിനിമയില്ലാത്ത കാലം മുതൽ കായൽ, ആബേൽ കൊലപാതകം നടന്നത് സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ നടന്ന ജീവിതങ്ങളെ സിനിമയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട് ഇൻസ്പയർ ചെയ്ത് കൊന്നു എന്ന് പറയുന്നത് ഒരു പക്ഷെ അത് എനിക്കറിയില്ല, അത് എത്രമാത്രം അതിനെ നമുക്ക് കണ്ടതും കേട്ടതും വെച്ച് ഇൻസ്പയർ ചെയ്യാലോ. പക്ഷെ കൊന്നതിനൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ കൊലപാതകിയാണ് എന്നുള്ളതാണ്. അതിനിപ്പോ ഏത് കാരണം പറഞ്ഞാലും കാര്യമില്ല. സിനിമയെ അതിന് പഴിക്കുക എന്ന് പറയുന്നതില് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമയിലെല്ലാം നല്ല കാര്യം, ഇപ്പൊ നമ്മൾ ബൈബിൾ വായിച്ചിട്ട് പിശാചിനെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞ പോലത്തെ കാര്യമാണത്. കാരണം ബൈബിളില് എന്താ പറയാ, ബൈബിളില് ജീസസിനെ കുറിച്ച് പറയണമെങ്കിൽ പൈശാചികമായ കാര്യങ്ങൾ പറയണം. മഹാഭാരതം പറയണമെങ്കിൽ അതിൽ വില്ലന്മാരെ കുറിച്ച് പറയണം. അപ്പൊ വില്ലന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ വില്ലത്തരം ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാം ശ്രീ ടോമി മട്ടി. ശ്രീ അലി അക്ബർ, ഇവിടെ ശ്രീ ടോമി മട്ടി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമല്ലേ? അതായത് സിനിമ എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ഭാവനയിൽ അല്ലെങ്കിൽ നമുക്ക് നിർമ്മിച്ചെടുക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ. അങ്ങനെ വരുമ്പോൾ ചരിത്രത്തിലെ ചില വസ്തുതകളൊക്കെ അതേപടി പകർത്തേണ്ട കാര്യമൊന്നും സിനിമയിലില്ല. തീർച്ചയായിട്ടും സംവിധായകന് അതിനുള്ള സ്വാധീനം അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. നമ്മുടെ സിനിമയിൽ ആ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ വലിയ വിവാദമാകുകയും ആ വിവാദ നടക്കുന്ന സമയത്തൊക്കെ അതിന്റെ കേന്ദ്ര കഥാപാത്രമായി അതിനെ പ്രതിരോധിക്കുകയൊക്കെയും വിമർശിക്കുകയൊക്കെ ചെയ്ത ആളാണ് ശ്രീ അലി അക്ബർ. എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യമേ സിനിമയുടെ സ്വാധീനം നമ്മൾ പറഞ്ഞിട്ട് അതിലേക്ക് നീങ്ങാം. തീർച്ചയായും. കാരണം സിനിമ ആർട്ട് ഓഫ് ചീറ്റിംഗ് എന്നാണ് ഞാൻ പറയുക. ഞാൻ വ്യക്തമായിട്ടുള്ള ആർട്ട് ഓഫ് ചീറ്റിംഗ് ആണ്. കാരണം വെളിച്ചത്ത് ഷൂട്ട് ചെയ്ത് ഇരുട്ടിൽ മനുഷ്യനെ കാണിക്കുന്ന ഒരു കലയാണ്. ഈ പ്രേക്ഷകരും സാധാരണ പ്രേക്ഷകരും, അതായത് ഒരു നാടകത്തിന്റെ പ്രേക്ഷകരോ മറ്റോ ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. കംപ്ലീറ്റ് ഡോറ് കൊട്ടിയടച്ച് പരിപൂർണമായിട്ട് ഇരുട്ടാക്കിയിട്ട് ഈ പ്രേക്ഷകന്റെ മസ്തിഷ്കത്തിലേക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് പരിപൂർണമായിട്ടും അതിലേക്ക് ആ മായിക പ്രപഞ്ചത്തിലേക്ക് 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ടുവന്ന് സ്വാധീനിക്കാനുള്ള ശക്തി സിനിമയ്ക്കുണ്ട്. മറ്റൊരു കലയ്ക്കുമില്ല. മറ്റേത് കലയ്ക്കാണെങ്കിലും ശരി, തൊട്ടടുക്കുന്നതിന് ഇടയ്ക്ക് വർത്താനം പറയും, അതല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധ മാറിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ നമുക്ക് സിനിമയ്ക്ക് തിയേറ്ററിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഡയറക്ടറുടെ കയ്യിലാണ് ഓഡിയൻസ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ സിനിമ ആദ്യമായിട്ട് ലെനിൻ കണ്ടപ്പോൾ ലെനിൻ പറഞ്ഞു ഇത് വിപ്ലവത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തെ സിനിമ സ്വാധീനിച്ചതുപോലെ മറ്റൊന്നും സ്വാധീനിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഞാൻ ബെൽബോട്ടം ഇട്ടത് സിനിമ കണ്ടിട്ടാണ്. ജയൻ ബെൽബോട്ടം ഇട്ടത് കണ്ടതുകൊണ്ടാണ് ഞാൻ ബെൽബോട്ടം ഇട്ടത്. ഞാൻ വലിയ ബെൽറ്റ് കെട്ടിയത് അക്കാലത്ത് ഈ സിനിമ കണ്ടിട്ടുള്ള ആ ജയൻ കിട്ടിയ ബെൽറ്റാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്.
അതേപോലെ ഞാൻ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ ഈ മിഡിയിലേക്കും ടോപ്പിലേക്കും ഒക്കെ മാറുന്നത് സിനിമ കണ്ടിട്ടാണ്. എന്റെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ മാറിയതും സിനിമ കണ്ടിട്ടാണ്. സിനിമയാണ് നമ്മളെ എപ്പോഴും ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം. എന്തിന് പണ്ട് കാലത്ത് ബീറ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മളൊക്കെ കൊതിച്ചിട്ടുണ്ടായി, എന്തോ ഒരു വലിയ സംഗതിയാണ്, അതൊന്ന് കുടിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ കുടിക്കൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തെ ഇത് വല്ലാതെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമ എപ്പോഴും ഇത്രയും പോപ്പുലർ. ഇപ്പം ഒരു മമ്മൂട്ടിക്ക് മോഹൻലാലിന് കിട്ടുന്ന അപ്ലാസ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ അഭിനയിക്കുന്ന ഒരു നാടകത്തിൽ നടന് കിട്ടില്ല. കാരണം അത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ചെറിയൊരു ഫ്രെയിമിൽ എടുത്തിട്ട് ആയിരക്കണക്കിന് മടങ്ങ് വലുതാക്കി മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് കുത്തിക്കയറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ സ്വാധീനം ജനങ്ങളിലുണ്ട്. ഈ സിനിമയുടെ സ്വാധീനം ജനങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ചരിത്രത്തെ വക്രീകരിച്ച സിനിമയിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ കേട്ട് പഠിച്ച ഒരു കഥയാണ് ചതിയൻ ചന്തു, അല്ലെ? വടക്കൻ വീരഗാഥയിലെ അല്ലെങ്കിൽ വടക്കൻ പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ചന്തു. ചന്തു ചതിയനായിരുന്നു, സത്യത്തിൽ ചതിയനായിരുന്നു. പക്ഷെ ആ ചതിയൻ ചന്തുവിനെ MT വാസുദേവൻ നായർ ഒറ്റ സിനിമ കൊണ്ട് നല്ലവനാക്കി. ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുക ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ചതിയൻ ചന്തു അല്ല എന്ന് വരുത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ തിരിച്ച് ഒരു ജീസസ് ക്രൈസ്റ്റിന്റെ സിനിമ എടുക്കുകയാണ്. അതില് ഈ പറയുന്ന ജീസസിനെ ഒറ്റിക്കൊടുക്കുന്നത് നേരെ മറിച്ച് ഒറ്റിക്കൊടുക്കുന്നതല്ല എന്ന് നമ്മൾ വരുത്തി തീർത്താലും ജനങ്ങൾ അതിലേക്ക് പോകും. അത് നമ്മൾ കാര്യകാരണങ്ങൾ സഹിതം യൂദാസിനെ നമ്മൾ വെള്ള പൂശി കഴിഞ്ഞാൽ യേശുക്രിസ്തു താഴെ വരും, യൂദാസ് മേലെ പോരും. അങ്ങനെ സിനിമ എടുക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്ന കലയില് ഈ സംവിധായകൻ പറയണം, ഇപ്പൊ വാര്യംകുന്നൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇത്രയും നിഷ്ഠൂരനായിട്ടുള്ള ഒരു വ്യക്തിയില്ല. 70 വയസ്സുള്ള ഒരു വൃദ്ധന്റെ തല വെട്ടി കുന്തത്തിൽ കുത്തി ഈ മഞ്ചേരിക്ക് മാർച്ച് ചെയ്ത വ്യക്തിയാണ് വാര്യംകുന്നൻ. അതേപോലെ 70 വയസ്സുള്ള വേറൊരു വൈദ്യരെ, കുട്ടികളെ നോക്കുന്ന ഒരു വൃദ്ധനായിട്ടുള്ള വൈദ്യനെ വെടിവെച്ച് കൊന്നവനാണ് ഈ വാര്യംകുന്നൻ. ആയിരക്കണക്കിന് മനുഷ്യരുടെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിഷ്ഠൂരനായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന വാര്യംകുന്നൻ. ആ വാര്യംകുന്നനെ ഒരു ധീര സമര സേനാനിയായിട്ടാണ് ഇവർ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ചരിത്രത്തിൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ വാര്യംകുന്നൻ മഹാകള്ളനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കുടുംബ വഴിക്ക് തന്നെ പല വൃത്തികേടുകളും ചെയ്ത ആളായിരുന്നു. നാട് കടത്തപ്പെട്ട വ്യക്തിയായിരുന്നു. നാട് കടത്തപ്പെട്ട വ്യക്തി തിരിച്ചു വന്നിട്ടാണ് ഈ പറയുന്ന കലഹത്തില് ലഹളയില് പോവുകയും അനേക ജീവഹാനിക്ക് കാരണമായി തീരുകയും ചെയ്യുന്നത്. ഈ അതേ കഥാപാത്രത്തെയാണ് പിന്നീട് ചരിത്രകാരന്മാർ, അതല്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അദ്ദേഹത്തെ വലിയൊരു ധീര സേനാനിയായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ എഴുതി. ഇപ്പൊ നമ്മുടെ മന്ത്രി ജലീലടക്കം ഡോക്ടറേറ്റ് നേടിയത് വാര്യംകുന്നനെ കുറിച്ച് എഴുതിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചരിത്രത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കഥാപാത്രം. ആയിരക്കണക്കിന് ഹിന്ദുക്കള്, അതായത് ശ്രീ അലി അക്ബർ പറയാൻ ശ്രമിക്കുന്നത് ചരിത്രത്തെ വെള്ള പൂശാനുള്ള ഏറ്റവും മികച്ച ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമ മാറുന്നുണ്ട് എന്ന് തന്നെയാണ്, അല്ലെ? തീർച്ചയായിട്ടും. സിനിമയുടെ സ്വാധീന ശക്തിയെ കുറിച്ചാണ് ശ്രീ അലി അക്ബർ ഈ ഒരു ആദ്യഘട്ടത്തിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ സ്വാധീന ശക്തി നമ്മൾ അങ്ങനെ വെള്ള പൂശിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തി വെള്ള പൂശിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രേക്ഷകൻ എന്താവും? ശ്രീ അലി അക്ബർ, നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വിശദമായിട്ട് വരാം. ഞാൻ ശ്രീ സിബിയിലേക്ക് എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് എത്തുകയാണ്. ശ്രീ സിബി, കാർബൺ ഉൾപ്പെടെ ഹണീബി ഉൾപ്പെടെ വളരെ ശ്രദ്ധേയമായ പല ചിത്രങ്ങളും നിർമ്മാതാവാണ് താങ്കൾ. സിനിമയുടെ ഈ ഒരു സ്വാധീന ശക്തി കണ്ടിട്ടാണോ താങ്കൾ നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വന്നത്? എന്തായിരുന്നു ഈ ഒരു രംഗത്തേക്ക് എത്തുവാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? ഞാൻ ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ്. ഞാനൊരു സിനിമയുടെ സ്വാധീന ശക്തിയോ അങ്ങനെ ഒന്നും കണ്ടല്ല സിനിമയിലേക്ക് വന്നത്. എൻ്റെ ഒരു ബിസിനസ്, ഒരു പാർട്ട് ഓഫ് മൈ ബിസിനസ്. ആ ബിസിനസ് ആയിട്ട് തന്നെയാണ് ഞാൻ സിനിമയെ കണ്ടത്. ഞാൻ ചെയ്ത 7ഓളം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ സിനിമകളെല്ലാം എൻ്റെ മുമ്പിൽ ബിസിനസ് എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് തെറ്റായ ഒരു സന്ദേശം ഒന്നും ജനങ്ങൾക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല.
എന്തായാലും ചില സിനിമകളിലൊക്കെ ചില പാഴ്പ്പുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഇപ്പൊ ഉദാഹരണം ഹണി ബി എന്നുള്ള സിനിമ ഞാൻ മനസ്സിലാക്കത്തോളം താങ്കൾ അതിന്റെ നിർമ്മാതാവ്. ആ സിനിമയിലൂടെ മദ്യപാനത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രമാണെന്നൊക്കെ പറഞ്ഞ ആരോപണം ആ സമയത്തുണ്ടായിരുന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് ഇത്തരം വിമർശനങ്ങളെയൊക്കെ താങ്കൾ സ്വീകരിക്കുക? അതുപോലെ ഈ ഒരു സിനിമയുടെ ഒരു കഥാതന്തു രൂപീകരിക്കുന്നതിൽ പ്രൊഡ്യൂസറിന് എത്രത്തോളം പങ്കുണ്ട്? ഒരു സിനിമയുടെ കഥ ശരിക്കും അതിന്റെ റൈറ്ററും ഡയറക്ടറും കൂടെയാണ് അവർ തീരുമാനിക്കുന്നത്. പ്രൊഡ്യൂസറോട് കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്ര പ്രാവശ്യം മദ്യപിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അത് ഷൂട്ടിന്റെ സമയത്ത് ഡയറക്ടറും റൈറ്ററും ഒക്കെ കൂടെ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഹണിബിയുടെ കഥ ഞാൻ കേട്ടു. ഹണിബിയുടെ കഥ ഞാൻ കേൾക്കുമ്പോൾ അത് ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്, അയാളുടെ പ്രണയം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതോടനുബന്ധിച്ച് ആ വീട്ടുകാരുമായിട്ടുള്ള ഒരു ഫൈറ്റ്, ഇതൊക്കെയാണ് ആ സിനിമയെ നമ്മൾ കേട്ടത്. പക്ഷെ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ആ സിനിമയുടെ അതിന് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അവരത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെയുള്ള മദ്യപാനം പല ഭാഗങ്ങളിലും അത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്യിച്ചത്. തീർച്ചയായും. അതായത് ആ സിനിമയിൽ പോലും അത്തരം മദ്യപാന രംഗങ്ങളൊക്കെ കുറച്ച് കടന്നുപോയി എന്നൊരു നിലപാട് താങ്കൾക്കുണ്ട് തീർച്ചയായും, അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായും. ഞാൻ ശ്രീ സിജോ അമ്പാട്ടിലേക്ക് എത്തുകയാണ്. മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ മലയാള സിനിമയെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ മലയാള സിനിമയിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ, അതിൻ്റെ അവതരണത്തിൽ, അത് ഉയർത്തിക്കാട്ടുന്ന പ്രമേയങ്ങളിൽ, ആശയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ശ്രീ സിജോ? തീർച്ചയായും. നേരത്തെ ഇവിടെ അലി അക്ബർ സാർ ആണെന്ന് തോന്നുന്നു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എക്കാലത്തും ജനങ്ങളെ സ്വാധീനിച്ച ഒരു മാധ്യമമായിരുന്നു സിനിമ എന്നുള്ളത്. അത് ആദ്യകാലങ്ങളിൽ നാടകമായിരുന്നെങ്കിൽ പിന്നീട് അത് സിനിമയിലേക്ക് കടന്നുകൂടിയപ്പോൾ ദൃശ്യമാധ്യമങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ആകർഷിക്കുക. അതിനെ നമ്മുടെ പഴയ കാലങ്ങളിൽ കോളേജ് കുമാരന്മാരോട് നീ മമ്മൂട്ടിയാണോ അല്ലെങ്കിൽ എന്താണ് നീ കുഞ്ചാക്കോ ബോബനെയാണോ അല്ലെങ്കിൽ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, നീ എന്താ വലിയ ഐശ്വര്യ റായി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും നാടകത്തിൽ നമ്മളവിടെ പറയാറില്ല. പലപ്പോഴും നടന്മാരുടെ പേര് വെച്ച് ഇപ്പോഴും ഈ യുവതലമുറയെ ഏറ്റവും വലിയ സ്വാധീനിക്കുന്ന ഒരു ഘടകം സിനിമ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും സിനിമാ വ്യവസായം മറ്റെന്ത് വ്യവസായങ്ങൾ ഓർമ്മയിലേക്ക് പോയാലും സിനിമാ വ്യവസായം ഈ അടുത്ത കാലത്തെങ്ങും പോവുകയില്ല. ഈ COVID-19 മാത്രമാണ് സിനിമാ വ്യവസായത്തെ ഒന്ന് കുറച്ചെങ്കിലും ബാധിച്ചത്. താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നേരത്തെ സിബി സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു നിർമ്മാതാവിനും ഒരു സംവിധായകനും അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തുല്യമായ പങ്കാണ് ഉള്ളത് ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് ആർക്കും പിന്തിരിയാൻ വേണ്ടി സാധിക്കില്ല. ഇത് ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് അത് സംവിധായകൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അത് പോയി എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പൊതുജനങ്ങൾ കാണുന്നത്. ഇപ്പൊ ഞാൻ ഹണീബി കണ്ട ഒരാളാണ്. ആ ഹണീബിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും മദ്യപാന രംഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ചില സമയത്ത് നമുക്ക് തന്നെ രണ്ട് തവണ ചിന്തിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിന്റെ ഔട്ട്കം എന്താണെന്ന് പറഞ്ഞാൽ യുവതലമുറ അതിലേക്ക് ആകർഷിക്കും. ഇത് പഴയ കാലത്ത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല, പഴയ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. സത്യനെയും ജയനെയും അനുകരിച്ച് അലി അക്ബർ സാർ പറഞ്ഞതുപോലെ ബെൽബോട്ടം പാന്റ് ജയൻ ഇട്ടതിന് ശേഷമാണ് നാട്ടുകാർ മുഴുവൻ കോളേജ് കുമാരന്മാർ. അതുപോലെ തന്നെ വലിയ സ്വാധീനം ഇപ്പോൾ യുവതലമുറയിലേക്ക് എത്തിക്കും. അതോടൊപ്പം തന്നെ അതെ, അങ്ങനെ താങ്കൾ നിരീക്ഷിച്ച എന്തെങ്കിലും ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാനുണ്ടോ? ഉറപ്പായിട്ടും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണല്ലോ നമ്മുടെ ഇപ്പം സിനിമയിൽ കാണുന്ന ബൈക്ക് റൈഡിങ്, അതോടൊപ്പം തന്നെ കാർ റേസിങ്, ഇത്തരം കാര്യങ്ങൾ അപകടകരമായ രീതിയിൽ യുവതലമുറ അതിന്റെ പിന്നാലെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്ത്രധാരണ രീതി, അതുപോലെ പരസ്യ മദ്യപാന രീതി, ഇതൊക്കെ തന്നെ യുവതലമുറയെ ഒപ്പം തന്നെ ഒന്നും കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. വാര്യംകുന്നന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരാളെ ഇകഴ്ത്തിക്കാട്ടാനും പുകഴ്ത്തിക്കാട്ടുവാനും സിനിമാ വ്യവസായത്തിന് സാധിക്കും. അതിന് വലിയൊരു ഉദാഹരണമാണ് ദിലീപിന്റെ സിനിമയാണെന്ന് തോന്നുന്നു കമ്മാര സംഭവം എന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിന്റെ അകത്ത് കൃത്യമായി ഒരാളെ പുകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടി ഒരു സിനിമ അതിന്റെ വ്യവസായികൾ കൃത്യമായി അണിയറയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കൃത്യമായി അതിനകത്ത് കണ്ടതാണ്.
അത്തരം കാര്യങ്ങളാണ് ഇന്ന് പൊതുസമൂഹത്തിൽ നടക്കുന്നത്. ഇതിൽ സത്യം എന്ത്, ഇതിൽ മിഥ്യ എന്ത്, ഇതിന്റെ ഈ ചരിത്ര യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് സ്കൂളിൽ പഠിക്കുന്നതും സിനിമയിൽ കാണുന്നതും തമ്മിൽ ഒരു അജഗജാനന്തര വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ അലി അക്ബർ, ആദ്യഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ചു സിനിമയിൽ ഇങ്ങനെ വലിയ രീതിയിൽ വെള്ളപൂശലുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമാര സംഭവം എന്നുള്ള സിനിമ അത് തന്നെയാണ് ശരിക്കും ആ സിനിമ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നത്. സിനിമയിൽ ഇത്രത്തോളം ഇത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ആളുകൾ ഉണ്ടോ? ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നിരീക്ഷിക്കുന്നത്, ശ്രീ അലി അക്ബർ? പണ്ടൊന്നും ഇത്തരം ഈ സെക്സിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്താണ് നമുക്ക് മതപരമായ വിഷയങ്ങളൊക്കെ ഇതിലേക്ക് ആന്റി നാഷണൽ, അതേപോലെ തന്നെ ഈ പറഞ്ഞ ചരസ്, കഞ്ചാവ്, ഇപ്പൊ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേരിട്ടത് പോലും ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കഞ്ചാവിന്റെ പേരിട്ടിട്ട്. അപ്പൊ അത്തരത്തിൽ അടുത്ത കാലത്താണ് ഇതിന് ചെറിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമയെ വെറുക്കപ്പെട്ടവരായിരുന്നു മുസ്ലിങ്ങൾ. സിനിമയെ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത മുസ്ലിങ്ങൾ 2014 മുതൽ വളരെ ഗൂഢമായിട്ട് ചലച്ചിത്രത്തെ ഇനി ഉപേക്ഷിച്ച് നിർത്താൻ പാടില്ല, അതിനെ ഉപയോഗിച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു തീരുമാനം വളരെ രഹസ്യമായിട്ടും എന്നാൽ പരസ്യമായിട്ടും എടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ നേരത്തെ അറിയുന്ന കാര്യമാണ്. അങ്ങനെ ആ അത്തരം സിനിമകൾ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാലത്ത് കോടിക്കണക്കിന് രൂപയാണ് ആരാണ് കൊണ്ടുവന്നതെന്നോ ആരാണ് ചെലവാക്കിയതെന്നോ എങ്ങനെയാണ് ചെലവായതെന്നോ എന്നറിയില്ല. കോടിക്കണക്കിന് രൂപ സോഴ്സ് ഇല്ലാതെ എവിടെ നിന്നാണ് ഈ പണം വന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ആ സിനിമയെ ആ പണം എന്തിനുപയോഗിച്ചു? ചില അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഈ നമ്മുടെ ഈ പറയുന്ന യുവത്വങ്ങളെ ഏത് രീതിയിലേക്ക് മാറ്റണം, ആ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അവരെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു തലത്തിലേക്ക് സിനിമാ വ്യവസായം മാറി. അപ്പൊ ഞാനൊക്കെ സിനിമ നിർത്തിയത് അല്ലെങ്കിൽ സിനിമ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത് ഏകദേശം 2002-2004 അത് കഴിഞ്ഞിട്ടുള്ള കാരണം ഇത്തരം ആളുകൾ വന്നപ്പോ നമുക്കറിയാം, ഒരു ടിക്കറ്റ് സാധാരണ 100 രൂപയുടെ ടിക്കറ്റ് വിറ്റാൽ 60 രൂപ ടാക്സ് 40 രൂപ പോയി കഴിയും. 60 രൂപയാണ് കിട്ടുക. ആ 60 രൂപയുടെ 40% അല്ലെങ്കിൽ 50% ആരും കൊണ്ടുപോയി തിയേറ്ററിലേക്ക് കൊടുത്തു. അപ്പൊ 30 രൂപയായി. ഈ 30 രൂപയുടെ 40% ആരും കൊണ്ടുപോയി 12 രൂപ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് 100 രൂപ ടിക്കറ്റ് വിട്ടാൽ യഥാർത്ഥത്തിൽ നിർമ്മാതാവിന് കിട്ടുന്നത് മാക്സിമം 20 രൂപയാണ്. അപ്പൊ 100 കോടി കളക്ട് ചെയ്താലേ 20 കോടി നിർമ്മാതാവിന് കിട്ടൂ. അപ്പൊ ഈ 200 കോടി രൂപ ഇനി കളക്ഷൻ വന്നാൽ പോലും 40 ലക്ഷം രൂപയെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊഡ്യൂസർ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ അറിയാൻ വന്നിട്ടും ഞങ്ങളത് സിനിമ ചെയ്യുമ്പോൾ ഒരു 15 ലക്ഷം മുതൽ 1 കോടി 1.5 കോടി വരെയാണ് അന്നത്തെ ബഡ്ജറ്റ്. അതിന് പകരം 100 കോടി 200 കോടിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ റിട്ടേൺ ഇൻകം അല്ല ഉദ്ദേശിക്കുന്നത്, മറ്റ് പല കാര്യങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ലഹരിയുടെ ഉപയോഗം കൂട്ടാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക, മതപരമായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക, ചില ഐഡിയൽസിനെ ഇടിച്ച് കാണിക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സിനിമയിൽ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന 2 മതവിഭാഗങ്ങളുണ്ട്. ഒന്ന് പള്ളിയിലച്ഛനും, ഒന്ന് ഈ പറയുന്ന പൂജാരിമാര് അല്ലെങ്കിൽ സ്വാമിമാര്. മറ്റു രീതിയിൽ ആരെങ്കിലും കളിയാക്കുന്നത് നിങ്ങൾ കണ്ടു? അപ്പൊ സിനിമയ്ക്ക് രാഷ്ട്രീയം മാത്രമല്ല മതവുമുണ്ട്, ചില അജണ്ടകളുമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ സെഗ്മെന്റ്. ഓക്കെ, ശ്രീ സിജോ, ഇവിടെ ശ്രീ അലി അക്ബർ പറഞ്ഞ 2 കാര്യങ്ങൾ, 2 മേഖലയിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് സിനിമയെ വിമർശിക്കപ്പെടുന്നുണ്ട് എന്നൊരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ ശ്രീ സിജോ? തീർച്ചയായും സമീപകാലത്തുള്ള സിനിമകളുടെ പ്രമേയങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ പിന്നെയും കുറച്ചും കൂടെ പൂജാരിമാരെക്കാളും കുറച്ചും കൂടി ഞാൻ ആഴം കൊടുക്കുന്നത് പള്ളിയിലച്ചന്മാർക്ക് തന്നെയാണ്. കാരണം പഴയ സിനിമ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പഴയ സിനിമയിലെ പള്ളിയിലച്ചന്മാരൊന്ന് നോക്കിക്കൊള്ളുക. പഴയ സിനിമയിലെ പള്ളിയിലച്ചന്മാർ കൃത്യമായിരുന്നു അവരുടെ ഇടപെടൽ, അവരുടെ സ്വാന്തനം, അവരുടെ ഓരോ രീതിയിലുള്ള സാമൂഹിക പരിവർത്തനത്തിനുമായിട്ടുള്ള പ്രയത്നങ്ങൾ. അത് പഴയ സിനിമകൾ ഒരുപാടുണ്ട്. അതിലൊക്കെ പള്ളിയിലച്ചന്മാർ ആ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനൊരു ബഹുമാനം കൊടുത്തിരുന്നു. സിനിമാ വ്യവസായി എപ്പോഴും പള്ളിയിലച്ചന്മാർക്ക് ഒരു ബഹുമാനം, പള്ളിയിലച്ചന്മാരെന്ന് മാത്രമല്ല
മതപുരോഹിതന്മാർക്ക് എല്ലാ തരത്തിലുള്ള ബഹുമാനങ്ങളും സിനിമാ വ്യവസായം കൊടുത്തിരുന്നു. പക്ഷേ കാലാകാലങ്ങളായിട്ട് പള്ളിയിലച്ചന്മാർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ ഇത്രയുമുള്ള ആളുകളെ പരസ്യമായി അവഹേളിക്കുന്ന രീതിയിൽ അത് കൃത്യമായി നമുക്ക് കാണാം. റോമൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ 2 കുറ്റവാളികളെയാണ്, ജയിൽ പുള്ളികളെയാണ് പള്ളിയിലച്ചന്മാരുടെ വേഷം കിട്ടി അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ അവര് കുംഭസാരം എന്ന വിശുദ്ധ കൂദാശകളിൽ ഒന്നായിട്ടുള്ള കുംഭസാരത്തെ പരസ്യമായി അവഹേളിക്കുകയാണ് ചെയ്തത്. അതൊരു വേശ്യയുടെ അടുത്ത് പോകുന്ന, കുംഭസാരിക്കാൻ വേണ്ടി പോകുന്ന പള്ളിയിലച്ചൻ, നിർബന്ധപൂർവ്വം വേശ്യയെ കുംഭസാരിപ്പിക്കുന്ന പള്ളിയിലച്ചൻ, ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോ ഈ പള്ളിയിലച്ചന്മാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പള്ളിയിലുള്ള വെള്ളക്കുപ്പായം ഇട്ട ആളുകളൊക്കെ കുംഭസാര രീതി ഇങ്ങനെയാണെന്നുള്ള ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള പ്രമേയങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. പണം കൊയ്യലല്ല ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അതിനെതിരെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ ഒപ്പം തന്നെ ക്രിസ്ത്യാനികളെ ഒന്നടങ്കം തന്നെ അത് അവഹേളിക്കുന്ന തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതിന്റെ എല്ലാ സുവിശേഷങ്ങളും എല്ലാ ധ്യാനങ്ങളും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചില സന്ദേശങ്ങൾ ചിലപ്പോൾ അതിനകത്ത് കൊടുക്കുന്നു. ഇത്തരം തന്ത്രപൂർവമായിട്ടുള്ള ഇടപെടലുകളാണോ ഇതിന്റെ പിന്നിലുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്, പൊതുസമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതരെ ഒക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം സിനിമകളെ കൊണ്ട് സാധിക്കും. ശ്രീ സിബി, ഇവിടെ രണ്ടുപേര് ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ചില സിനിമകളുടെ ലക്ഷ്യം ലാഭമല്ല. അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, മലയാളത്തിൽ എത്ര സിനിമകൾ ഇറങ്ങുന്നു, വളരെ വിരളമായ സിനിമകൾ മാത്രമേ ബ്രേക്ക് ഈവൻ ആകുന്നുള്ളൂ. അപ്പോൾ ഈ നഷ്ടം സഹിച്ച് എന്തുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും പണം ഈ വ്യവസായത്തിൽ നിക്ഷേപിക്കുന്നത്? അപ്പോൾ സിനിമയുടെ വിജയം എന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റ് എന്തെങ്കിലും അജണ്ടകൾ മലയാള സിനിമയിലെ നിർമ്മാതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്ത് ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമ്മൾ മലയാള സിനിമയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി അറിയാം. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് സിനിമ കാണുമ്പോൾ എത്ര പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ? വളരെ പേരുകേട്ട പ്രശസ്തരായ പ്രൊഡ്യൂസേഴ്സ്. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് കണ്ടമാനം വരുന്നുണ്ട്. ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും നമുക്കറിയത്തില്ല, എവിടുന്ന് പൈസ വരുന്നു എന്നൊന്നും നമുക്കറിയാൻ സാധിക്കുന്നു. മലയാള സിനിമയിൽ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ ചർച്ച ഈ സമയങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു നിലപാട് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ശ്രീ സിബി. ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എവിടുന്നോ വരുന്ന കുറച്ച് ആൾക്കാർ വന്ന് സിനിമ എടുക്കുന്നു, പിന്നീട് അവരെ കാണുന്നില്ല. ഇതിനകത്ത് അവരെടുക്കുന്ന പല സിനിമകളും വലിയ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പോലും അതൊന്നും അവർ കാര്യമാക്കുന്നില്ല. അതേസമയത്ത് ഞാനൊക്കെ സിനിമ എടുക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഫൈനാൻസറുടെ ഇത് പൈസ മേടിക്കും, ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, കയ്യിലുള്ള പൈസ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സിനിമ എടുക്കുന്നത്. ഇതൊന്നും അല്ലാതെ വലിയ ആഡംബരമായിട്ട് സിനിമ എടുക്കുകയും കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമ എടുത്ത് യാതൊരു പ്രയോജനമില്ലാതെ ആ പണം അവിടെ ഉപേക്ഷിച്ച് പോകുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് ഈ സോഴ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അതൊക്കെ ഗവൺമെന്റ് അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഫണ്ട് എങ്ങനെ വരുന്നു, കള്ളപ്പണം മലയാള സിനിമയിൽ ഒഴുകുന്നു. ഗവൺമെന്റ് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ശ്രീ സിബിയോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീ അലി അക്ബറിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതല്ല, ഗവൺമെന്റ് ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറുക. അപ്പൊ നമുക്കറിയാം, നമ്മൾ രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയത്തിലെ വലിയ ആളുകളുടെ മക്കളാണ് ഇതിന്റെ പിന്നില്. അപ്പൊ നമുക്കറിയാം, അതായത് ബാംഗ്ലൂര് ലഹരി കടത്തിന്റെ ഭാഗമായിട്ട് വന്ന അന്വേഷണത്തിൽ കൊച്ചിയിൽ 8ഓളം നടികന്മാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ മന്ത്രിമാരുടെ പുത്രന്മാരുണ്ടെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വലിയൊരു റാക്കറ്റാണ്. അപ്പൊ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പണം മുടക്കുന്നതെങ്കിൽ, ഇതിന്റെ വ്യവഹാരികളെങ്കിൽ ആരാണ് ചോദ്യം ചെയ്യുക? അപ്പൊ ഗവൺമെന്റ് ചോദ്യം ചെയ്യാത്തൊരവസ്ഥയാണ് കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത്. സാധാരണഗതിയിൽ ഈ അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ 80 കോടി മുടക്കാൻ പോകുന്നു, 100 കോടി മുടക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരണ്ടേ, എവിടെ നിന്നാണ് ഈ 80 കോടി, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ 100 കോടി? 150 കോടി ക്ലബിലേക്ക് വന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇൻകം എവിടെയാണ്? ഇത് എന്തെങ്കിലും ഇത് ഇൻകം പുറത്തു വിട്ടിട്ടുണ്ടോ? ആർക്കാണ് ഈ പണം പോകുന്നത്? ഇപ്പൊ നമുക്കറിയാം, ഒരു സിനിമയിൽ ഇവരൊക്കെ വാങ്ങിക്കുന്ന പണത്തിന്റെ വളരെ തുച്ഛമായ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ ഇവർ കാണിക്കുന്നത്, ടാക്സ് കാണിക്കുന്നത്. 10 കോടി വാങ്ങിക്കുന്ന നടൻ 1 കോടിയെ കാണിക്കുന്നത്, ബാക്കി 9 കോടി ബ്ലാക്ക് മണിയാണ്. ഈ 9 കോടി ബ്ലാക്ക് മണി എങ്ങോട്ടാണ് പോകുന്നത്? ഇതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
പണ്ടൊക്കെ അങ്ങനെയല്ല. 2 ലക്ഷം 3 ലക്ഷം പ്രതിഫലം വാങ്ങിച്ച ആൾക്കാരാണ് ചെറിയൊരു കാലഘട്ടത്തിൽ. നമുക്കറിയാം ഇപ്പം ദിലീപിന്റെ കേസ് വന്നപ്പോൾ തന്നെ അന്ന് അദ്ദേഹത്തിന്റെ കണക്കെടുത്തപ്പോൾ 1000 കോടി രൂപയുടെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ് അദ്ദേഹം ഈ ഹീറോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും 1000 കോടി വരുന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നത്? എത്ര കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവരുടെയൊക്കെ കയ്യിലുണ്ട്? റിയൽ എസ്റ്റേറ്റ് എവിടെയുണ്ട്? അത് മാത്രമല്ല ഇത് എങ്ങനെ വന്നു, ഇത് എവിടെ കൊണ്ട് ചെലവാക്കുന്നു? ഇപ്പൊ ഗൾഫ് ഇപ്പൊ ഈ സിനിമയില് ഹവാലയുടെ ഏറ്റവും വലിയ സോഴ്സ് ആയിട്ട് സിനിമ മാറുകയാണ്. അതായത് ഈ ഇന്ത്യയിൽ പണം ഇടർക്ക് ഇവിടുത്തെ ബ്ലാക്ക് മണി കൊടുക്കും. അപ്പൊ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഗൾഫിൽ അവർ പണം കൊടുക്കും. ഇങ്ങനെ ഇത് ഒരു നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ, സാമ്പത്തികമായിട്ട് നശിപ്പിക്കുന്ന രീതിയിൽ ഇതിലേക്ക് കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല ഈ വരുന്ന ലഹരി മരുന്നുകൾ സിനിമയോട് അനുബന്ധിച്ച് രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന, അത് വലിയ നടന്മാരും നടിമാരും ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ യൂസേജ്, അതിനൊരു എന്താ പറയുന്നത്, സൂപ്പർ സ്റ്റാറിന്റെ പോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്തേക്ക് എത്തുകയാണ് ഞാൻ എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നു. ഇതിലേക്ക് കള്ളപ്പണവും കഞ്ചാവും കാര്യങ്ങളൊക്കെ വരുമ്പം ആരാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്? ഈ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളല്ലേ. അവർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അവർ മൗനം പാലിക്കുന്നത് എന്ന് താങ്കൾ പറയുന്നത്? അതായത് ഈ മേഖലയിൽ ഇവരുടെ സ്വാധീനം തന്നെയാണല്ലേ? അപ്പൊ നമ്മൾ ഇത്തരം സിനിമകൾ വരുമ്പോ ഈ സോഴ്സ് ഓഫ് ഇൻകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കളറുണ്ട്, നിറമുണ്ട്, ഒരു പച്ച നിറമുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ ഈ അത്തറിന്റെ ഗന്ധവും പ്രത്യേക നിറമുള്ള ആളുകളെ നിയന്ത്രിക്കുക ഭരണകൂടത്തിനും താല്പര്യം കുറവാണ്. കാരണം അവരിവിടെ ഭരണം നിലനിർത്തുന്നതിന് വളരെ ചെറിയ ശതമാനം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഈ അത്തറിന്റെ മണവും ഈ പറയുന്ന ഒരു പ്രത്യേക നിറമുള്ള പണവുമാണ് എന്നുള്ള കാര്യം. ശ്രീ അലി അക്ബർ, നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് ബോളിവുഡിനെ ഇത്തരം കള്ളപ്പണത്തിന്റെയൊക്കെ സ്രോതസ് ഉണ്ടെന്നും അവിടെ ഈ ഒരു പുതിയ സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വന്നതിന് ശേഷം അവിടെ ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുത്തി എന്നൊക്കെ ഇത്തരം സർക്കിളുകളിലൊക്കെ വലിയ പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലയാള സിനിമയിലൊന്നും അത്തരത്തിൽ ഇടപെടാൻ ഈ സർക്കാർ സംവിധാനങ്ങൾ സാധിക്കാതെ വരുന്നത്? അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഈ കൂട്ടർ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തീർച്ചയായും നമുക്കറിയാം. ഇവിടെ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് പോലും അതിൽ പോലും വന്ന് നിൽക്കുന്നത് എവിടേക്കാണ് വന്ന് നിൽക്കുന്നത്? സിനിമയിലേക്ക് കൂട്ടി നിൽക്കുന്നു. തീർച്ചയായും ഈ കള്ളക്കടത്തിലൂടെയും ഈ പറയുന്ന ലഹരിയിലൂടെയും വന്ന പണമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞില്ല. അപ്പൊ ഈ നേരത്തെ പറഞ്ഞില്ലേ വാര്യംകുന്ന് സിനിമയാവാൻ പോകുന്നു പറഞ്ഞു, വലിയ കൊട്ടി കോഷിച്ച് അവരിപ്പോ എവിടെയുള്ളത്? ഈ സ്വർണ്ണ കള്ളക്കടത്തും സിനിമയായിട്ട് ബന്ധമുണ്ട്, സിനിമാക്കാർ അന്വേഷിക്കാൻ പോകുന്നു. ഇപ്പൊ പലരും ഇട്ടിട്ട് ഓടിയല്ലോ. ഇപ്പൊ പുതിയ അനൗൺസ്മെന്റ് ഒന്നും വരുന്നില്ലല്ലോ അത്തരത്തില് 100 കോടിയും 200 കോടിയും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു. ഇവിടെ NIA വന്നപ്പോ സിനിമയുടെ സ്വഭാവം മാറി. ശ്രീ ടോം ഇമ്മട്ടി, ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ ഉള്ള എല്ലാവരും തന്നെ മുന്നോട്ട് വെച്ച ചില ആശങ്കകളുണ്ട്. ഒന്ന്, മലയാള സിനിമയിൽ കള്ളപ്പണത്തിന്റെ വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു. അടുത്ത കാലത്ത് നമ്മൾ രാഗിണി ദ്വിവേദിയുടെ അറസ്റ്റോടുകൂടി തെന്നിന്ത്യൻ സിനിമകളിൽ ലഹരിയുടെ വലിയ ഉപയോഗം കാണുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിലുമില്ലേ? താങ്കളുടെ ഈ ചലച്ചിത്ര വഴിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ ടോം? നിങ്ങൾ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പറയുന്നു, പക്ഷേ ഈ ലോകം തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും മുന്നോട്ട് പോകുന്ന, ഇപ്പൊ മദ്യത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. മുന്നേ കഴിക്കുന്ന മദ്യത്തിന്റെ കണക്കല്ല ഇപ്പൊ ഉള്ളത്. സർക്കാർ തന്നെ നിലനിൽക്കുന്ന മദ്യത്തിന്റെ കച്ചവടത്തിനാന്ന് പറയുന്നത്. അപ്പോ ലഹരിയും കള്ളപ്പണവും എല്ലാ മേഖലകളിലും കൂടി വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയെ മാത്രമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നില്ല. കാരണം അതെല്ലാ മേഖലയിലും കൂടി. ഇപ്പൊ കള്ളപ്പണം എന്ന് എപ്പോഴാണ് പറയാൻ തുടങ്ങിയത് നമ്മള്? ഇതുവരെ എത്രയോ കള്ളപ്പണം ഈ മോദി ഗവൺമെന്റ് വന്ന് GST കണക്കുകളൊക്കെ ക്ലിയർ ആയപ്പോഴുള്ള ഈ കള്ളപ്പണത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. നമ്മൾ പണ്ട് എല്ലാ പണവും, ഈ അക്കൗണ്ട് ചെയ്യാത്ത പണമൊക്കെ കള്ളപ്പണമായിരുന്നല്ലോ. പണ്ട് നടന്നിരുന്ന എല്ലാ ബിസിനസ്സും കള്ളപ്പണത്തിനായിരുന്നു. തൃശ്ശൂര് നടക്കുന്ന ഇന്ത്യയിൽ സർവമാനം നടന്നിരുന്ന ബിസിനസ്സുകൾ കള്ളപ്പണമായിരുന്നു, അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു ബൾക്ക് ഓഫ് എമൗണ്ട്, ഇപ്പൊ 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം ഒക്കെ തൃശ്ശൂർ ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം കൊടുത്തയക്കാന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ സഞ്ചിലിട്ട് കൊടുക്കുന്ന പോലെയാണ്. അത് ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാത്ത എത്രയോ പൈസ ഞാൻ പണ്ട് കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കള്ളപ്പണത്തെ ഇപ്പോഴാണ് അതിനെക്കുറിച്ച്, അത് ഈ GST വന്നുകൊണ്ടും ഈ കണക്ക് രേഖപ്പെടുത്തുകൊണ്ടാണ് ഈ കള്ളപ്പണത്തെ കുറിച്ച് ചർച്ച വന്നത്. ഇനി മയക്കുമരുന്നിന്റെ കാര്യം പറഞ്ഞാൽ അതെല്ലാ മേഖലയിലും ഇന്നത്തെ സ്കൂൾ സ്റ്റാൻഡേർഡ് മുതൽ
വലിക്കുന്ന പിള്ളേര്, അത് ഉപയോഗിക്കുന്ന പിള്ളേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് പക്ഷെ അവരൊക്കെ സ്വാധീനിക്കപ്പെടുന്നത് സിനിമയിലൂടെ തന്നെയല്ലേ ശ്രീ ടോം? അവർക്ക് മുമ്പിലുള്ള മാതൃക സിനിമ തന്നെയല്ലേ? അല്ല, നമുക്ക് നല്ല മാതൃകകളും ചീത്ത മാതൃകകളും ഉണ്ടല്ലോ. നല്ല മാതൃകകളെക്കാൾ കൂടുതൽ ചീത്ത മാതൃകകൾ വന്നുകൊണ്ട് സംഭവിച്ചു പോയതായിരിക്കാം. പക്ഷെ സിനിമ വരുന്നതിന് മുന്നേ ഇവിടെ ചരസ് ഉണ്ടായിരുന്നു, കഞ്ചാവ് ഉണ്ടായിരുന്നു, കഞ്ചാവ് വലിക്കുന്നവരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. സിനിമയിൽ ഒരിക്കലും കഞ്ചാവിനെ പോസിറ്റീവായിട്ട് കാണിക്കേണ്ടതെന്ന് മാത്രം. അതിനോട് ഞാൻ വിയോജിപ്പ് തന്നെയാണ്. പക്ഷെ അത് വലിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സിനിമയിൽ മാത്രമല്ല, ലോട്ട് ഉള്ളതാണ്. അപ്പൊ അത് സിനിമയായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതെല്ലാ മേഖലകളിലും അത് വ്യാപിച്ചു കഴിഞ്ഞു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ കള്ളപ്പണമൊക്കെ ഇപ്പോഴാണ് കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, മുന്നും അതുമാതിരിയുള്ള നമ്മൾ ഏത് മേഖലകളിൽ എടുത്താലും അത്തരം വലിയ വലിയ ഫണ്ടുകൾ വന്നിരുന്നു. പിന്നെ ഈ മതം എനിക്ക് സിജോ നേരത്തെ പറഞ്ഞ കാര്യത്തോടെ എനിക്കൊരു ചെറിയൊരു വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ ഈ വൈദികരെ അവഹേളിക്കുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ പറയും. അത് നമ്മള് ഒരു സിനിമയിലൂടെ അവഹേളിച്ചുകൊണ്ട് നമുക്കൊരു അവഹേളനം ഉണ്ടാവണമെന്നില്ല. കാരണം പല വ്യക്തിപ്രഭാവങ്ങളുമാണ് പലരുടെയും, അല്ലെ? നമ്മള് ഒരു നേതാവിനെ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ടല്ല ഒരാളെ നമ്മൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അപ്പൊ അത് അവരുടെ വ്യക്തിപ്രഭാവങ്ങളെ കണ്ട് ബഹുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ പറയാൻ, ജീസസ് ക്രൈസ്റ്റ് ആദ്യം ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, സമരിയാക്കാരന്റെ കഥ. അതിൽ ആദ്യം കടന്നു പോകുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു വൈദികനാണ്. അവിടെ തിരിഞ്ഞു നോക്കാതെ പോയി എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ജീസസ് പറയുന്ന കഥയില്. അത് വിചാരിച്ച് പുരോഹിതനെ കളിയാക്കി എന്ന് പറയുന്നതിൽ പ്രസക്തി ഇല്ല. കാരണം അവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പോസിറ്റീവ് ആണോ, ആരാണ് നിന്റെ യഥാർത്ഥ അയൽക്കാരൻ? പക്ഷെ ശ്രീ ടോം, ഇവിടെ സിജോ മുന്നോട്ട് വെച്ച ഒരു ആശങ്ക വളരെ അധികം അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് ട്രാൻസ് പോലുള്ള സിനിമകളൊക്കെ നിർമ്മിക്കപ്പെടുമ്പോൾ അതിന് പിന്നിൽ ചില അജണ്ടകളൊക്കെ ഉണ്ടെന്നാണ് ശ്രീ സിജോയുടെ ആശങ്ക. അങ്ങനത്തെ വിഷയങ്ങൾ താങ്കൾ എന്താണ് അഭിപ്രായം? താങ്കൾ ഈ സമരിയാക്കാരന്റെ എന്ന് പറയുന്ന സിനിമ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ ആവിഷ്കരിച്ചതായിരിക്കാം. അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളെ ആവിഷ്കരിച്ചതായിരിക്കാം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, തിരിച്ചു വരാം. ശ്രീ സിജോ, ഇവിടെ ശ്രീ ടോം ഇമ്മട്ടി പറഞ്ഞ ഒരു കാര്യം, ഈ സിനിമയെ നമ്മളൊരു സിനിമയായിട്ട് കണ്ടാൽ പോരെ, അതിനപ്പുറത്തേക്ക് അതിന് വലിയ വായനകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു എന്നൊരു ചിന്തയാണ് അദ്ദേഹം പങ്കുവച്ചത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ശ്രീ സിജോ? ഞാനതിന്റെ രസകരമായ ഒരു കാര്യം പറഞ്ഞ് ഞാനതിൽ തുടങ്ങാം. അതായത് സിനിമയിലെ ചില സീനിന് മുമ്പ് ഇത് കുട്ടികൾ അനുകരിക്കരുതെന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ചില പരസ്യങ്ങളൊക്കെ വരുമ്പോ ഇത് തികച്ചും സാങ്കല്പികമായുള്ള കഥാപാത്രമാണ്, നിങ്ങൾ ഇത് അനുകരിക്കരുതെന്ന് പറയാറുണ്ട്. അത് സിനിമക്കാരുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഇത് നിങ്ങൾ അനുകരിക്കാൻ പാടില്ല, ഇത് സാങ്കല്പികമാണ്. പക്ഷെ അത് പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോ ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ പൃഥ്വിരാജിനെ പോലെയും ടൊവിനെ പോലെയൊക്കെ ബോഡി വരാൻ വേണ്ടി കുട്ടികൾ മുന്നോട്ട് വരുന്നത്? എന്നാൽ പിന്നെ അത് അവരുടെ രീതിയിൽ വിട്ടാൽ പോരെ. പക്ഷെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അനുകരണ സ്വഭാവമുള്ള ഒരു കാര്യമാണ് സിനിമ. ഇപ്പൊ അതോടൊപ്പം തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നതും കൂടിയാണ്. ഒരു കാര്യം നേരത്തെ ചതിയൻ ചന്തുവിന്റെ കാര്യം പറഞ്ഞു. ചതിയൻ ചന്തുവിനെ MT വാസുദേവൻ നായർ വ്യാഖ്യാനിച്ചപ്പോൾ അതിന് വേറൊരു മാനം വന്നു. അതേപോലെ തന്നെയാണ് ഒരു വൈദികനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കും ശ്രീ ടോമിനും ഒക്കെ തന്നെ വൈദികർ എന്താണെന്നും അതോടൊപ്പം തന്നെ വൈദികരുടെ മേന്മ എന്താണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇതുമായി വലിയ അടുപ്പമില്ലാത്ത ആളുകൾ ഈ ഇത്തരം സിനിമകൾ കാണുമ്പോൾ സാധാരണ പള്ളിയിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അവർ ഈ രീതിയിലൊക്കെ തന്നെയായിരിക്കും ഇടപെടുക എന്നുള്ള തോന്നലുണ്ടാവും. എനിക്കും ടോമിനും ഒരിക്കലും ഉണ്ടാവില്ല. എനിക്കും ടോമും ഒരു തരത്തിൽ പോലും നമ്മൾ വൈദികനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കില്ല, സത്യമാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അത് മറ്റൊരു സമൂഹം കാണുമ്പോൾ അതിൽ നമുക്ക് ചില വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അത്ര മാത്രമേ ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മറ്റൊരു കാര്യം, പണം മുടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വ്യക്തമായ കാരണം ഉണ്ടാവും. ലാഭം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മറ്റെന്തോ ലക്ഷ്യമാണല്ലോ ഇത്തരം സിനിമകൾ ഇറക്കുമ്പോൾ ഉണ്ടാവുക. തീർച്ചയായും പറയൂ ശ്രീ ടോം പറയൂ. അതായത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ ഒരു എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ ഏത് ബിസിനസ്സിലും ഒരു 95% നഷ്ടത്തിലാണ് പോകുന്നത്. 5-6% മാത്രമാണ് ഏറ്റവും ലാഭമുള്ളത്. ഏത് ബിസിനസ് എടുത്താലും അത് നിങ്ങൾ സ്റ്റഡി എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഏത് പ്രൊഡ്യൂസർമാർ മാത്രമല്ല. അപ്പൊ എല്ലാം ലാഭം ഉണ്ടാകും എന്ന് വിചാരിച്ച് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഹോട്ടൽ സമുച്ചയം എടുത്ത് നോക്കിയോ, 100% പോകുന്നത്, ഒരു 80% ഒക്കെ ലോസിലാണ് പോകുന്നത്. അവര് അതായത് അവർക്കും ആകാനുള്ള ആഗ്രഹത്തിന് തുടങ്ങുന്നതാണ്. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് വേറെ മറ്റു പല ലാഭവും നോക്കി വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം സിനിമ
നിർമ്മിക്കുന്ന നിർമ്മാതാവ് മാത്രമല്ലല്ലോ, അതിൽ സംവിധായകനുണ്ട്, അഭിനേതാക്കളുണ്ട്, എത്ര ആൾക്കാർ ശ്രീ involve ടോം, ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ശ്രീ അപ്പൊ ടോം, അതുകൊണ്ട് നമ്മളൊരു ഒരിക്കലും ബിസിനസ് അവർക്ക് തുടരാൻ പാടില്ല. പരാജയപ്പെടുമ്പോൾ ഒരു ശ്രീ സിനിമ പരാജയപ്പെടുന്നത് ശ്രീ ടോം, നമ്മളൊരു ബിസിനസ് പരാജയപ്പെടുമ്പോൾ അതിന് തന്ത്രം മാറ്റാറുണ്ട്, അതിന് തന്ത്രം മാറ്റാറുണ്ട്. ഇവിടെ പരാജയപ്പെടുമ്പോഴും വീണ്ടും അത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതാണ് ഇവിടുത്തെ ചോദ്യം. വീണ്ടും എന്തോ നമ്മൾ എത്ര ബിസിനസ്സും പരാജയപ്പെട്ടാലും വീണ്ടും രക്ഷപ്പെടുമെന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. ഇപ്പൊ പല പ്രൊഡ്യൂസേഴ്സും പറയുന്നുണ്ട്, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന കാര്യം എന്താണ്, അവൻ മറ്റേ പെണ്ണേഴ്സിന് വേണ്ടി സിനിമ ചെയ്തു, അവൻ അതിനുവേണ്ടി കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തു. ഏതൊരു പ്രൊഡ്യൂസറും അവന്റെ ചോര നീരാക്കിയ പൈസ ചെയ്യുന്നത് ഒരു ബിസിനസ് കണ്ടുകൊണ്ടാണ്. അത് ഒരിക്കലും തെറ്റായി വ്യാഖ്യാനിക്കേണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീ ആർക്കാണ് ഇവിടെ അവസരം വേണ്ടത്? ശ്രീ സിജോയ്ക്കാണ് അവസരം. ഓക്കെ, സിജോ പൂർത്തിയാക്കും. അതായത് ശ്രീ ടോം, അത് ഞാൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, നമുക്ക് നല്ല സിനിമകൾ എടുക്കുന്ന, നമ്മുടെ നല്ല ചിന്തയോടുകൂടി നമ്മൾ എല്ലാവരും തന്നെ നല്ല ചിന്തയോടുകൂടി സിനിമ എടുക്കുന്നത്, അത് പലപ്പോഴും പരാജയ കാരണമാകാറുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് 40 ലക്ഷം രൂപ വരെ മാത്രമേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത് ഇവിടെ നേരത്തെ അലി അക്ബർ സാർ സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളമായ കള്ളപ്പണം ഇവിടെ ഒഴുകുന്നുണ്ട്. അതിന്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വ്യക്തമാണ് ശ്രീ സിജോ. ശ്രീ അലി അക്ബർ, ഇവിടെ ശ്രീ ടോം ഉന്നയിച്ച ഒരു കാര്യം അത് ഗൗരവത്തോടെ എടുക്കേണ്ടതല്ലേ? അതായത് എല്ലാ സിനിമാ നിർമ്മാതാവിന്റെയും പ്രതീക്ഷ ഒരു സിനിമ പരാജയപ്പെട്ടാലും വീണ്ടും പണം ഇറക്കി ആ സിനിമ രക്ഷപ്പെടുത്താമെന്നായിരിക്കും വിചാരിക്കുക. മാത്രമല്ല, സിനിമ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയുമാണ്. അതിനൊരു ബിസിനസ് എന്ന ആ ഒരു പരിഗണനയിൽ നമ്മൾ ആ വിഷയത്തെ വിലയിരുത്തിയാൽ താങ്കൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ അത്തരം സംശയങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വാലിഡിറ്റി ഉണ്ടോ ശ്രീ അലി അക്ബർ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ മറുപടി പറഞ്ഞാണ്, തോമസ് ശ്രദ്ധിച്ചില്ല. ജൂബിലി ജോയി തോമസ് എന്താണ് നിർത്തിയത്? സർഗേത്ര അപ്പച്ചൻ എന്താണ് സിനിമാ നിർമ്മാണം നിർത്തിയത്? അങ്ങനെ ഇവിടെ വർഷങ്ങളായിട്ട് സിനിമാ രംഗത്ത് എല്ലാം അരച്ച് കുടിച്ച് സിനിമ ചെയ്തിരുന്ന നിർമ്മാതാക്കൾ അവർക്കെന്താ കച്ചവടം അറിയാത്തത് കൊണ്ടാണോ നിർത്തിയത്? ഒരു കാര്യം തീർച്ചയായും പറഞ്ഞോളൂ. അതായത് ഞാൻ പണ്ട് സിനിമാ പ്രൊഡ്യൂസർമാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് 80കളിലെ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സിനിമ മാറിയിരിക്കുന്നു, ഞാൻ പ്രൊഡക്ഷൻ നിർത്തുകയാണ്. 80കളിൽ പറഞ്ഞതാ. അപ്പൊ അവര് നസീർ സാറിനെയും സത്യൻ സാറിനെയും സിനിമ പിടിച്ച് അവർക്ക് ആ സിനിമയിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു, ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ കമ്പനി, വലിയ സിനിമകൾ ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി പറഞ്ഞാണ് സിനിമ 80കളിൽ മാറിയിരിക്കുന്നു, ഞാൻ അതുകൊണ്ട് നിർത്തുന്നു എന്ന് പറയുന്നു. അപ്പൊ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ബിസിനസ്സുകാർക്കും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കൊറോണ സമയത്ത് എത്രയോ ബിസിനസ്സുകാർക്ക് വേറെ രീതിയിലുള്ള ബിസിനസ്, ഓൺലൈൻ ബിസിനസ്സുകാരല്ലാത്തവരും മാറ്റപ്പെടുന്നത് പോലെ സിനിമാ വ്യവസായം മാറിയിട്ടുണ്ട്. കാരണം ഓൺലൈൻ മീഡിയ വന്നു, ആമസോൺ പ്രൈം വന്നു, തിയേറ്റർ ബിസിനസ് മാത്രമല്ല, അപ്പൊ ബിസിനസിന്റെ സ്വഭാവങ്ങൾ മാറി. ഇപ്പൊ സാറ്റലൈറ്റ് റേറ്റ് വന്നു. അപ്പൊ സാറ്റലൈറ്റ് പണ്ട് തീർച്ചയായിട്ടും അലി അക്ബർ സാർ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ അപ്പഴേ സാർ നവോദയ ഉണ്ടായ സമയത്തൊക്കെ അവര് സിനിമയിൽ നിൽക്കല്ലേ വേണ്ടത്. അപ്പൊ ഏറ്റവും ചീപ്പായി ഡിജിറ്റലായി അവര് സിനിമയിൽ ഇട്ടിട്ട് പോയത് എന്താണ്? അല്ല, അങ്ങനെയല്ല. സാങ്കേതികത വന്നപ്പോ ചെലവ് ചുരുങ്ങി. ഇപ്പൊ ചാനൽ വന്നപ്പം അതിന്റെ വരുമാനം കൂടി. ഇതൊക്കെ കൂടിയപ്പോഴാണ് ഇവർ ഇട്ടിട്ട് പോയത്. അപ്പൊ സിനിമയിൽ വേറെന്തോ സംഭവിച്ചു. സിനിമയിൽ ഒരു സംഗതി സംഭവിച്ചു. അലി അക്ബർ സാറിനോട് വ്യക്തമായിട്ട് പറയാം സിനിമയിൽ സംഭവിച്ചത്. സിനിമ ഇന്ന് തീരുമാനിക്കുന്ന നടന്മാരാണ്, നിർമ്മാതാവല്ല. ഞാൻ പറഞ്ഞുതരാം. നടന്മാരാണ് ഇന്ന് സിനിമ തീരുമാനിക്കുന്നത്. കാരണം സാറ്റലൈറ്റ് റേറ്റ് അവനുണ്ട്. അപ്പൊ നടന്മാർ പറയുന്നു ഈ കഥ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് ഓക്കെ അത് കഥ ചെയ്യാൻ പോവാണ്. ഹണീബി എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് സിബി സാറിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് സിബി പറഞ്ഞു. അതായത് ആൾക്കും കൂടി ഉത്തരവാദിത്തം ഉണ്ടെന്ന്. പക്ഷെ ഒരിക്കലും അത് സംവിധായകന്റെ കലയാണ്. ശ്രീ ടോം, ഇവിടെ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഇവിടെ മുന്നോട്ട് വെച്ച ചില ആശങ്കകളുണ്ടായി. അതായത് പ്രത്യേകിച്ച് ഈ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന സിനിമകൾ വീണ്ടും മലയാള സിനിമയിലേക്ക് വരികയാണ്. അങ്ങനെ അവർക്ക് ഒരു ലാഭവും അല്ലെങ്കിൽ താങ്കൾ മുന്നോട്ട് വെച്ച ആ ഒരു എക്കണോമിക്സിനും ഒക്കെ അപ്പുറത്തേക്കുള്ള ഒരു സംശയം, ആ സംശയം വളരെ സ്വാഭാവികമായിട്ട് തോന്നുന്നതല്ലേ? ഇല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്നോട് പലരും പറഞ്ഞൊരു സംശയമാണ്. അതായത് ഇപ്പോഴുള്ള സിനിമകളിൽ മുസ്ലിം പശ്ചാത്തലമാണ് കൂടുതൽ വരുന്നത്, മുസ്ലിം കഥാപാത്രങ്ങളാണ് വരുന്നത്, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പോലുള്ള സംഭവങ്ങളാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു 80 കാലഘട്ടം മുതൽ ഈ ലോഹിദാസ് ചെയ്ത എല്ലാ സിനിമകളിലും വരിക്കശ്ശേരി മനയുണ്ട്, അമ്പലമുണ്ട്, അമ്പലപ്പാട്ടുകളുണ്ട്, കൃഷ്ണന്റെ പാട്ടുകളുണ്ട്, കച്ചേരി അവതരിപ്പിക്കുന്ന മോഹൻലാലിന്റെ എല്ലാ പടത്തിലും കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രം മുതൽ കിലുക്കം മുതൽ ഏതൊക്കെ സിനിമ എടുക്കാം, ഹിസൈന സബ്ദുള്ള, എന്തിനാ ആറാന്തമ്പുരാൻ വരെ ഈ കച്ചേരികളും അമ്പലങ്ങളും
ഓക്കെ, വ്യക്തം. ശ്രീ അലി അക്ബർ, ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്നാണ് ശ്രീ ടോമി മട്ടി ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് പ്രതികരണം? ടോമി അതിന്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞു. ഇവിടെ നിയന്ത്രിക്കുന്നത് നിർമ്മാതാവല്ല, നടനാണ്. അപ്പൊ ചില നടന്മാർ വന്നപ്പോഴാണല്ലോ കുഴപ്പമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ നടന്മാർക്ക് അജണ്ടകൾ ഉണ്ടെങ്കിലോ, ഇപ്പോ പൃഥ്വിരാജിന്റെ അജണ്ടയായിരുന്നു ഏത് മറ്റേ വാര്യംകുന്ന്. പൃഥ്വിരാജാണ് അതിന് മുന്നോട്ട് വന്നത്. പൃഥ്വിരാജായിരുന്നു നിർമ്മാതാവ്. ഒരു മിനിറ്റ്, ഈ പൃഥ്വിരാജ് നിർമ്മിച്ച സിനിമകളാണ്. ഇപ്പൊ പൃഥ്വിരാജിന് ഈ ഫണ്ട് എവിടുന്നാ വരുന്നത്? പൃഥ്വിരാജ് സ്വന്തം പുറത്തുനിന്നല്ല. എന്തായാലും നടന്മാർ ഇതിന്റെ ഭാഗമാക്കും. ഞങ്ങൾ പറയുന്നതാണ്, ഈ ഡി കമ്പനികൾ നടന്മാരെ വിലക്കെടുക്കുന്നു, അവരെ മുൾമുനയിൽ നിർത്തുന്നു, പുറത്തിറങ്ങിയ കൊന്നുകളയും എന്ന് പറയുന്നു. ഇത് ബോളിവുഡിന്റെ ചരിത്രമാണ്. തീർച്ചയായും ഒരു ഇടപെടൽ. ബോളിവുഡ് ഈ നടന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനിലുള്ള ദാവൂദ് ഇബ്രാഹിം അടക്കം ഈ ഇന്ത്യയെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സത്യം. ശ്രീ സിബിയിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ സിബി, ഇവിടെ ഉന്നയിച്ച ഈ കാര്യം മലയാള സിനിമയൊക്കെ നയിക്കുന്നത് തന്നെ താരങ്ങളാണെന്നും അവർക്ക് വളരെ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ഇടമാണെന്നും ഒക്കെയാണ് ശ്രീ അലി അക്ബർ ഇവിടെ പറയുന്നത്. താങ്കളുടെ ഒരു അനുഭവത്തിൽ എന്താണ് താങ്കളുടെ പ്രതികരണം? അലി അക്ബർ പറയുന്ന മുഴുവൻ കാര്യങ്ങളോട് യോജിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. സിജോ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ക്രിയേറ്റീവ് സൈഡിലേക്കൊന്നും പ്രൊഡ്യൂസർക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാകുകയില്ല. അത് ഡയറക്ടറുടെയും ആ ടീമിന്റെയും ഒരു രീതിയിലാണ് പോകുന്നത്. അത് ടോമി മിട്ടി പറഞ്ഞു, അദ്ദേഹം ഡയറക്ട് ചെയ്തതാണ്, അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മളെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ മാക്സിമം ഒരു കുഴപ്പം ഉണ്ടാകാത്ത രീതിയിൽ ഒരു സിനിമ പുറത്തിറക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ അലി അക്ബർ പറഞ്ഞ പോലെ മലയാളത്തിലെ പ്രമുഖ നടന്മാര് ബ്ലാക്ക് മണി മേടിക്കുന്നു, അത് അതൊക്കെ നമുക്ക് പറയാവുന്നുള്ളൂ. നമുക്ക് എവിടെ ഇത് തെളിയിക്കാൻ പറ്റും? അവരൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ ഫുള്ളായിട്ട് വൈറ്റ് മണിയാണ് മേടിക്കുന്നതാണ് എന്റെ അറിവ്. 1000 കോടി സ്വത്തിന് ദിലീപിന് 1000 കോടിയുടെ സ്വത്തുണ്ട് എന്ന് പറയുന്നു. എന്താണ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്? ഏതോ ഒരു ഓൺലൈൻ മാസികയുടെ എഴുതി ദിലീപിന് സ്വത്തുണ്ട്, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അത് ഇൻകം ടാക്സ് അന്വേഷിക്കട്ടെ, നമുക്ക് അവിടെ നിൽക്കാം. അതേപോലെ തന്നെ റോമൻസ് എന്ന് പറഞ്ഞ സിനിമയില് 2 കള്ളന്മാരെയാണ് കുമ്പസാരക്കൂട്ടില്. ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2 കള്ളന്മാർ അവിടെ ഇരുന്ന് ഒരു വേശ്യാശ്രീയായിട്ട് കുമ്പസാരം നടത്തി എന്ന് പറഞ്ഞാൽ അതൊരു വൈദികനാണെന്നും അത് ഞാൻ ഇനി കുമ്പസാരക്കൂട്ടിലേക്ക് പോവുകയില്ല, ആ വൈദികന് അതുപോലെ അവരതുപോലെയാണ് ചിന്തിക്കുന്നത് എന്നും ഒന്നും ചിന്തിക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഒരു മതത്തെ നമ്മൾ ആക്ഷേപിക്കാൻ പറ്റിയില്ല. സിനിമ എന്ന പേരിൽ ഒരു മതത്തെ നമ്മൾ ആക്ഷേപിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ കഥ ഞാനാണ് ആദ്യമായിട്ട് കേട്ടത്. ട്രാൻസ് എന്ന് പറഞ്ഞത് ബാംഗ്ലൂർ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ ലിജിൻ ജോസ് എന്ന ഡയറക്ടർ കൂടെ എൻ്റെ അടുത്ത് വന്നാണ് ഈ കഥ പറയുന്നത്. ആ കഥ ഇതല്ലായിരുന്നു. കഥ ഒരു വലിയൊരു റാക്കറ്റ്, ഇതുപോലെ ധ്യാനങ്ങളൊക്കെ നടത്തി പൈസ തട്ടുന്ന ഒരു റാക്കറ്റിന്റെ ഒരു കഥയായിരുന്നു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ധ്യാനം കൂടാൻ എല്ലാ ദിവസവും ഒരു വീൽ ചെയറിൽ ഒരു ചെറുപ്പക്കാരനുമായി തന്റെ സഹോദരനുമായി ഒരു പെൺകുട്ടി എല്ലാ ധ്യാന കേന്ദ്രത്തിൽ അത് വന്നിരുന്നു. കേന്ദ്രത്തിൽ ഇയാളുടെ ധ്യാനം കൂട്ടിയിട്ട് ഈ കൊച്ചിന് വീൽ ചെയറിൽ നിന്ന് എണീക്കാൻ സാധിക്കുന്നില്ല. ലാസ്റ്റ് ഈ ധ്യാന ഗുരു തന്നെ പറയുന്നു, എനിക്ക് ഇതിനുള്ള കഴിവില്ല, ഇത് തട്ടിപ്പാണ്, നീ ഇനി വരരുതെന്ന് പറയുന്നു. ഏറ്റവും അവസാനം സംഭവിക്കുന്നത് ആ ധ്യാന ഗുരു തന്നെ അവിടെ നിന്ന് പറയുന്നു, ഇന്നൊരു വലിയ അത്ഭുതം നടക്കുമെന്ന് പറയുന്ന ദിവസം ഈ കൊച്ചു വീൽ ചെയറിൽ നിന്ന് എണീക്കുന്നു. അങ്ങനെ ഈ ധ്യാന ഗുരുവിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് ഉണ്ടെന്നുള്ളതും അവിടെ ക്രൈസ്റ്റ് അത്ഭുതം പ്രവർത്തിച്ചാണെന്ന് മനസ്സിലായ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ സിനിമയുടെ ആ കഥയൊന്നും അല്ലല്ലോ നമ്മൾ ആ സിനിമയുടെ പുതിയ സിനിമ വന്നപ്പോൾ ഈ കഥയല്ല കണ്ടത്. അപ്പൊ എന്തായിരിക്കും അങ്ങനെയെങ്കിൽ ശ്രീ അലി അക്ബർ മുന്നോട്ട് വെച്ച അത്തരം ഫണ്ടിങ്ങുകളും അല്ലെങ്കിൽ അതിന് പണം മുടക്കുന്ന ആളുകളുടെ അജണ്ടകൾക്ക് വഴങ്ങുന്ന സിനിമകളല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംശയം വ്യക്തമല്ലേ? അങ്ങനെ നമുക്ക് സംശയിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഫണ്ട് ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് ആ ഡയറക്ടറുടെ ഇവിടെ ശ്രീ അലി അക്ബർ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ശ്രീ സിബിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ശ്രീ അലി അക്ബർ, എന്താണ് പ്രതികരണം? എന്റെ അടുത്ത് ഒരു 3-4 വർഷം മുമ്പ് ഒരു ഗ്രൂപ്പ് വന്നു. അവർ എത്ര കോടി മുടക്കാനും തയ്യാറാണ്. ഒരു കഥയും കൊണ്ടാണ് വന്നത്. ശരി, കേൾക്കാമെന്ന് ഞാൻ കഥ കേട്ടു. കഥ കേട്ടപ്പം സംഗതി പ്രണയം തന്നെയാണ്. മുസ്ലിം യുവാവ്, ഈ ഹിന്ദു പെൺകുട്ടി, പ്രണയം, വിവാഹം, അവസാനം വീട്ടിൽ കയറുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവസാനം വീട്ടിലോട്ട് വന്ന് ആ മുസ്ലിം വീട്ടിനെ അവളെ സ്വന്തം വീടായി സ്നേഹിക്കുന്നു, മതം മാറുന്നു. ഞാൻ പറഞ്ഞു, ക്ലൈമാക്സ് മാറ്റിയാണ് നമുക്കിത് ചെയ്യാം. ആ ഹിന്ദു പെൺകുട്ടിയെ ഹിന്ദുവായിട്ട് സ്വീകരിച്ചിട്ട് വീട്ടിനകത്ത്, മോളെ ഇത് നിന്റെ പൂജാമുറി ആക്കിക്കോ, നീ അവിടെ പൂജ ചെയ്തോ, ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യാമേ എന്ന് പറഞ്ഞു. അന്ന് പോയ ആൾക്കാരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർ സിനിമ ചെയ്തു. ഞാൻ എന്റെ പേരൊന്നും പറയുന്നില്ല. അവര് ഇതേ ഗ്രൂപ്പ് പോയി എറണാകുളത്ത് ഇതിന് തയ്യാറായി. ഒരു ഗ്രൂപ്പ് ഇസ്ലാമികമായിട്ടുള്ള നടപടികളാണ് മറ്റതിനേക്കാളും നല്ലത്, അവർ വിവാഹം കഴിച്ച് മുസ്ലിമായിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന സിനിമ അവര് പിടിച്ചു.
എനിക്ക് വേണമെങ്കിൽ ആ 4 കോടിയോ 3 കോടിയോ എനിക്ക് സ്വീകരിച്ചിട്ട് 1.5 കോടി രൂപ എനിക്ക് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യാം. ഞാൻ അതിന് തയ്യാറാവുന്നില്ല, മറ്റുള്ളവരത് തയ്യാറാവുന്നു. ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ഗൂഢസംഘമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ആ ഗൂഢസംഘത്തിനിടയ്ക്ക് ഇനിയും പുതിയ സിനിമകൾ പഴയ രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഈ ചർച്ചകൾ ചെയ്യുമ്പോൾ ഇതിലെ പൊള്ളകൾ പുറത്തേക്ക് കൊണ്ടുവരിക, ജനങ്ങൾ ഇത് തിരിച്ചറിയാൻ. ഇപ്പൊ ഒരു കുഞ്ഞ് ഇപ്പൊ നമ്മൾ ആലോചിച്ചു, വളരെ മോശമായ പദങ്ങളൊന്നും നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുകയില്ല, ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പൊ നമ്മൾ കേൾക്കുന്നതാ എന്തും പറയാം, ഏത് വൃത്തികേടും വിളിച്ചു പറയാം, പെണ്ണിന്റെ സ്ഥലത്തെ കുറിച്ച് പറയാം. ശ്രീ അലി അക്ബർ, അത് സിനിമകാരൻ അതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? അതാണ് ആ ആവിഷ്കാരം. സദാചാര മൂല്യങ്ങൾക്കുള്ള സദാചാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സദാചാരം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചാൽ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നേടാൻ പറ്റും. വ്യക്തമാണ്. ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ 2 രീതിയിലാണ്. ഒന്ന്, ആ രാജ്യത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുക. 2, ആ രാജ്യത്തിലെ യൂത്തിനെ നശിപ്പിക്കുക. യൂത്തിനെ നശിപ്പിക്കുമ്പോൾ ഇത് രണ്ടും. ഒരു രാജ്യത്തിന്റെ സംസ്കാരം ഇല്ലാതായി കഴിഞ്ഞാൽ ആ രാജ്യം ഇല്ലാതായി. അപ്പൊ ഇതൊരു അജണ്ടയാണ്. പണ്ട് ഞാൻ ഇടപെടുകയാണ് ശ്രീ അലി അക്ബർ. ശ്രീ സിജോ, ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ സാമൂഹിക സാംസ്കാരികമായ ഇടപെടലുകളൊക്കെ സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ള ഒന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ. ശ്രീ അലി അക്ബർ ഇവിടെ ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ ഇത്തരം സിനിമകൾ കാണുമ്പോൾ പ്രേക്ഷകർ പുലർത്തേണ്ട ജാഗ്രത അതെന്തായിരിക്കും? ശ്രീ അലി അക്ബർ സൂചിപ്പിച്ച എല്ലാ കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നില്ല. കാരണം പ്രണയത്തെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ ഒരുപാട് പ്രണയ വിവാഹങ്ങൾ നടന്ന സിനിമകൾ നമുക്കുണ്ട്. അതിനകത്ത് ഹൈന്ദവരായിട്ടുള്ള നായകൻ ക്രിസ്ത്യാനിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട്, തിരിച്ച് മുസ്ലിമായ നായകൻ ക്രിസ്ത്യാനിയെ, അങ്ങനെ ഒരുപാട് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊന്നും നമുക്കൊരു വലിയ അതിനകത്തൊന്നും നമ്മൾ വലിയ ഇതൊന്നും കാണുന്നത് സന്തോഷമായിരുന്നു. അതിന് ഉദാഹരണം നിറം എന്നൊരു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ശാലിനിയെ കല്യാണം കഴിച്ച ഒരു സമയം, അതൊക്കെ നമുക്കൊരു വലിയ സന്തോഷമായിരുന്നു നമുക്ക് നൽകിയത്. അത് അത്തരം സിനിമകൾ നമുക്കൊരു പ്രണയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തും. അപ്പൊ അതിനെ ഒന്നും വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഞാനിപ്പോ തയ്യാറാകുന്നില്ല. പക്ഷെ അത് കൃത്യമായ അജണ്ടയിലൂടെ അല്ലെങ്കിൽ അത് അത്തരം രീതിയിലൂടെയാണ് അത് വ്യാഖ്യാനിക്കുന്ന, നിർബന്ധപൂർവം വ്യാഖ്യാനിക്കപ്പെടാൻ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. നേരത്തെ ശ്രീ സിബി സാർ സൂചിപ്പിച്ചതുപോലെ, അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന ഒരു കഥ അത് സിനിമയായി കഴിഞ്ഞപ്പോൾ അത് വേറൊരു തരത്തിലേക്ക് കഥ മാറി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് വലിയ ഗൗരവത്തോടെ ഞങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കതൊരു ഉത്കണ്ഠയാണ്. സാധാരണ ഞങ്ങളൊക്കെ കാണുന്ന സിനിമ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സിനിമ എടുക്കുമ്പോൾ അതെല്ലാവരും പൂർണ്ണാർത്ഥത്തിലാണല്ലോ അത് വരിക. അപ്പോൾ നമ്മൾ കേട്ട ഒരു കഥ വേറൊരു തലത്തിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായ അജണ്ട അതിനകത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിരിക്കും. ഏതെങ്കിലും വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമാ സമൂഹം തയ്യാറാവുകരുത്. അതിന്റെ സിനിമാ സംഘടനകൾ, അമ്മയായിക്കോട്ടെ, അതോടൊപ്പം തന്നെ അതുപോലെയുള്ള പല സംഘടനകളിലൊക്കെ ചേർന്നുകൊണ്ട് ഇത്തരം രീതിയിലുള്ള സിനിമകൾ എടുക്കുവാൻ വേണ്ടിയിട്ട് ആരെയും നിർബന്ധിപ്പിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ നമ്മുടെ സിനിമാ വ്യവസായ സമൂഹം നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അപേക്ഷയാണ് നമുക്കുള്ളത്. ശ്രീ സിജോ, ഒരു നിമിഷം, ഞാൻ ശ്രീ സിബി തോട്ടുപുറത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നമ്മള് സിനിമ കഥ കേട്ടു, നമ്മൾ പല കഥ കേട്ടു, കഥ പറഞ്ഞ് അവസാനം ഫൈനൽ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ കഥകളിൽ മാറ്റം വരുന്ന ഒരു പ്രവണത സിനിമയെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ കഥ ഞാൻ കേട്ടു. ഞാനത് നല്ല രീതിയിൽ ആ കഥ ആണ് ഞാൻ ആദ്യം കേട്ടത്. എന്റെ റൈറ്റർക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തു. അങ്ങനെ ഞാൻ ആ പടമായിട്ട് മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ഫൈനൽ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഞാൻ കേട്ട കഥയിൽ നിന്നും വളരെയധികം മാറി കഥ വന്നു എന്ന് കണ്ട് ഞാൻ ആ പടം അവിടെ ഉപേക്ഷിച്ചു. എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ പടത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എന്ത് ചെയ്യണം, ആരും ചർച്ച ചെയ്യാത്ത. അതിനകത്ത് എത്ര ഹീനമായിട്ടാണ് ക്രിസ്തുവിന്റെ കഴുത്ത് മുറിഞ്ഞ് ക്രിസ്തുവിനെ അവിടെ വെക്കുന്നു, ഇലുമിനാറ്റിയുടെ എംബളം അവിടെ കാണിക്കുന്നു, മൂങ്ങയെ കാണിച്ചിരിക്കുന്നു ഒരു പാട്ടിന്റെ സീനില്. ഇലുമിനാറ്റിയുടെ എല്ലാ എംബളും ആ ലാസ്റ്റത്തെ ആ ഒരു പാട്ടിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വാധീനം ആരുടെയാണ്? മറ്റ് സമുദായത്തിന്റെ ആണോ? ഈ ഇലുമിനാറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഈ ലോകത്തിലേക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. അവരുടെ എംബളമൊക്കെ ആ പാട്ടിനകത്ത് വരുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിന്. തീർച്ചയായും ഇവിടെ ശ്രീ സിജോ പറഞ്ഞ കാര്യത്തോട് തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ശ്രീ സിബി തോട്ടുപുറം പറഞ്ഞത്. ശ്രീ സിജോ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കിൽ അവസാനിപ്പിക്കാം. നമുക്ക് ഒരുപാട് ജാഗ്രത ആവശ്യമാണ്. കാരണം
ഇന്ന് യുവതലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അത് ദൃശ്യമാധ്യമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ കാലത്ത് സിനിമാ വ്യവസായം നിലച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തിയേറ്ററൊക്കെ കൂട്ടിയപ്പോൾ നമ്മൾ വെബ് സീരീസിലേക്ക് കടന്നത്, മണി ഹിസ്റ്റും ഡാർക്കും ഒക്കെ വലിയ ഹിറ്റ് ആയത് ഈ ഒരു ഇതിൽ തന്നെയാണ്. അതായത് OTT തലത്തിലേക്കൊക്കെ സിനിമ നമ്മൾ റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ യുവതലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ദൃശ്യമാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ജാഗ്രത വേണം. അത് കാണുന്നവർക്കും വേണം, അത് നിർമ്മിക്കുന്നവർക്കും വേണം, അതിന്റെ സംവിധായകനും കഥ എഴുതുന്നവനും എല്ലാവർക്കും ആ ജാഗ്രത ഉണ്ടാവണം. നമ്മുടെ സമൂഹം അനുകരണശീലമുള്ളവരാണ്. അനുകരണശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ എന്താണോ എന്നെ പഠിപ്പിക്കുന്നത് അത് ഞാൻ ശീലിക്കും. അതോടൊപ്പം തന്നെ എന്റെ സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് ഞാൻ ശീലിക്കും. അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന സിനിമയിൽ എന്നെ എന്താണോ സ്വാധീനിക്കുന്നത് ഞാൻ അത് പൊതുസമൂഹത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കും. വ്യക്തം. ശ്രീ ടോം ഇമ്മട്ടി, ഇവിടെ ഇത് ശ്രീ സിജോ പറഞ്ഞ ഒരു ആശയം ഇതാണ്, ജാഗ്രത വേണമെന്നാണ് പറഞ്ഞത്. അത് പ്രേക്ഷകർക്ക് മാത്രമല്ല, സിനിമ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ വേണം. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ കേവലം പണം ഉണ്ടാക്കുന്ന ഒരു വ്യവസായം മാത്രമായിട്ട് കണ്ടാൽ മതിയില്ലല്ലോ. നമുക്ക് ചില നല്ല സന്ദേശങ്ങൾ, സമൂഹത്തെ, വിദ്യാർത്ഥികളെ, യുവജനങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന നല്ല സന്ദേശങ്ങൾ കൂടി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതൊക്കെയാണല്ലോ സാമൂഹിക പ്രതിബദ്ധത. ആ ജാഗ്രത ഏറ്റെടുക്കാൻ നമ്മുടെ സമൂഹം, സിനിമാ സമൂഹം തയ്യാറാകേണ്ടതല്ലേ? എനിക്ക് പറയാനുള്ളത് അതെല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കും. ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ നല്ല പ്രവർത്തകരും സിനിമാ പ്രവർത്തകരുണ്ട്, നല്ല പ്രൊഡ്യൂസർമാരുണ്ട്, നല്ലവരുണ്ട്, നമ്മൾ ചീത്ത ഉണ്ടാവും. അത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട് വരുന്നതാണല്ലോ. എല്ലാ മേഖലകളിലും ഉണ്ട്. അതിനെ ചീത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മതവിശ്വാസങ്ങളിലും അങ്ങനെ ഉണ്ടല്ലോ. മതത്തെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, വേറെ രീതിയിൽ അതിനെ വിറ്റ് അതിനെ ബിസിനസ് ആക്കുന്ന ആൾക്കാരുണ്ട്, പല രീതിയിൽ. അപ്പൊ സിനിമയും അതുമാതിരി തന്നെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതൽ നല്ല പ്രവർത്തകർ വരാൻ നമ്മൾ വെൽക്കം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഒരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. ഇവിടെ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള ആശയങ്ങൾ വലിയ രീതിയിൽ സിനിമയിൽ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതിനെയൊക്കെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതിനെതിരെ ജാഗ്രത എടുക്കുന്നതിനെയൊക്കെ നമ്മൾ വിമർശിക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, സിനിമയിലുള്ള താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ താങ്കളുടെ നിലപാടുകളൊക്കെ അറിയിക്കാനുമുള്ള ബാധ്യതയില്ലേ? അതിനൊക്കെയാണല്ലോ നമ്മൾ സാമൂഹിക പ്രതിബദ്ധത എന്നൊക്കെ പറയുക, അല്ലേ? ട്രാൻസിന്റെ ഒരു കഥ വന്ന ഒരു കഥ എങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു, അത് മാറിയ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അൻവർ റഷീദ് എന്ന് പറയുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസയോഗ്യമായ, അല്ലെങ്കിൽ അവന്റെ ആ വ്യക്തിയുടെ വിശ്വാസത്തിന് ഉതകുന്ന രീതിയിലായിരിക്കും അത് മാറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിന് ഉതകുന്ന രീതിയിലാണ് ഇവിടെ സിനിമ. അപ്പോ നമ്മളത് കൂടുതൽ നന്മ അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ നമ്മൾ നല്ല പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ ട്രെൻഡിന് പിന്നാലെ പോയി എന്താ പറയുക, കുറെ എഞ്ചിനീയേഴ്സും കുറെ ഡോക്ടേഴ്സും ഉണ്ടായി. അപ്പോഴാണ് പിന്നെ നമ്മൾ നല്ല സിനിമ ഉണ്ടാക്കുന്ന നല്ല കഥകൾ പറയുന്ന ആൾക്കാരെ നമുക്ക് വാർത്തെടുക്കാലോ. അപ്പൊ അതിന് മുന്നോട്ട് പോകണം മാതാപിതാക്കളായാലും. ടോം ഇമ്മട്ടി, എന്റെ ചോദ്യം, താങ്കൾ സിനിമയിൽ ഉള്ള അല്ലെങ്കിൽ സജീവമായ ഒരാളാണ്. താങ്കൾ ഇതിൽ എന്ത് നിലപാടാണ്, അല്ലെങ്കിൽ എന്ത് ഇടപെടലാണ് നടത്താൻ പോകുന്നത് എന്നാണ് എന്റെ ചോദ്യം. സിനിമകളിലൂടെയല്ലേ നമുക്ക് ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്റെ വിശ്വാസങ്ങളും എന്റെ ചിന്താഗതികളും സിനിമയിലൂടെ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, താങ്കളുടെ സിനിമയിലൂടെ അത്തരം കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ പങ്കുവെക്കും എന്നാണ് പറഞ്ഞത്. ശ്രീ അലി അക്ബർ, നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരികയാണ്. ഇവിടെ താങ്കൾ പലയിടത്തും ഈ സിനിമ ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ആ വാക്കൊക്കെ എത്രത്തോളം അതൊക്കെ വെറുമൊരു ആരോപണം, അല്ലെങ്കിൽ വെറുമൊരു ആരോപണത്തിനപ്പുറത്തേക്ക് ആ വാക്കിൽ അങ്ങനെയുള്ള പദപ്രയോഗമൊക്കെ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും കളമുണ്ടോ ശ്രീ അലി അക്ബർ? അപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ കേട്ട വാക്കെന്താ? അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹം ആ സിനിമയിൽ അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതല്ലേ? അൻവർ റഷീദ് എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലേ? എനിക്ക് എന്റെ വിശ്വാസത്തിന്, അപ്പൊ ഞാനും എന്റെ വിശ്വാസവുമായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രണയിച്ചോളൂ, കുഴപ്പമില്ല. എന്റെ 32 വർഷമായി ഞാൻ എന്റെ ഭാര്യ ക്രിസ്ത്യാനിയായിട്ടുള്ള ഭാര്യയാണ്. അവർക്ക് അവരുടെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. പ്രണയവും വിശ്വാസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു? അപ്പൊ എന്റെ മതമാണ് നല്ലത്, ഈ മതത്തിലേക്ക് പോരൂ, ഈ മതത്തിൽ ലയിക്കാം നമുക്ക് എന്നുള്ള സന്ദേശം ഇതിലൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മതം വളരെ മോശമാണ്, അവര് നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്നുള്ള ചിന്താഗതി വരുന്നുണ്ട്. അപ്പൊ ഒരു സൈഡിലേക്ക് അതല്ലേ ജിഹാദ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒന്നും വേണ്ട, എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികൾ മതം മാറ്റപ്പെട്ടു എന്നുള്ള കണക്കെടുക്കണം. അതിൽ സിനിമയ്ക്ക് പങ്കുണ്ടോ?
പങ്കുണ്ട്, സിനിമയ്ക്ക് പങ്കുണ്ട്. കാരണം ഈ പറയുന്ന സിനിമയുടെ ഒരു തലം ഞാൻ പറഞ്ഞ അത് നമ്മൾ ചർച്ച തീരില്ല, വലിയ ചർച്ച മാറും. കാരണം ക്യാമ്പസുകളിൽ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെ ആകർഷിക്കുന്നത്? സിനിമ സ്റ്റൈലിലാണ്, സിനിമ രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു രീതി കിടക്കുന്നത്. വലിയ ബൈക്കുകൾ, സ്പീഡുള്ള ബൈക്കുകൾ, സുന്ദരന്മാർ വരുന്നു, അവര് ദയാലുക്കളായിട്ട് മാറുന്നു, ഫീസ് കൊടുക്കുന്നു, ആകർഷിക്കുന്നു, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ബിരിയാണി കൊടുക്കുന്നു. ഇതൊക്കെ ഇതിന്റെ ഒരു മാസ്മരികത. നിങ്ങൾ ആ സിനിമ ശ്രദ്ധിച്ചു നോക്കൂ. ഇത്തരം സിനിമകളിൽ ആ മുസ്ലിം ഫാമിലിയിലേക്ക് എത്തിപ്പെടുന്ന ആളുകളോട് കാണിക്കുന്ന കരുണയും അനുകമ്പയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവസാനം വന്ന സിനിമ, ഞാൻ പേര് പറയുന്നില്ല, അത്തരം സിനിമകളൊക്കെ ആ ഒരു ഭാഗത്തിന് എപ്പോഴും കുറച്ച് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും. ആ എനർജി തന്നെയല്ലേ പ്രൊപ്പഗൻഡ. എന്റേത് നല്ലതാണ്, എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, ഞങ്ങൾ കൃത്യസമയത്ത് നമസ്കരിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങളുടെ ചിന്താഗതി ലോകത്തെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ചിന്താഗതിയാണ്, മറ്റുള്ളതൊക്കെ മോശമാണ് എന്നുള്ള തരത്തിലേക്ക് വരുമ്പോ ഇതിന് പ്രൊപ്പഗൻഡ എന്നല്ലാതെ എന്താ പറയാ? ഇപ്പൊ ഞാൻ പറയാം, അലി അക്ബർ എന്ന വ്യക്തി, അലി അക്ബർ എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ കണ്ണിലൂടെ ഞാൻ എന്റെ സിനിമയെ കണ്ടാൽ പിന്നെ ഞാൻ എന്ത് കലാകാരനാണ്? തീർച്ചയായും വളരെ വ്യക്തമായ വ്യത്യാസം. ഒറ്റ ചോദ്യം ശ്രീ അലി അക്ബർ, ഇത്തരം പ്രവണതകൾ മലയാള സിനിമയിൽ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിനെ എങ്ങനെയാണ് തടയിടാൻ സാധിക്കുന്നത്? അതിന് എന്ത് ജാഗ്രതയാണ് സമൂഹം പുലർത്തേണ്ടത്, അല്ലെങ്കിൽ പ്രേക്ഷകർ പുലർത്തേണ്ടത്? ഇപ്പൊ പ്രത്യേകിച്ച് ഇനിയിപ്പോ OTT സംവിധാനത്തിലേക്ക് വന്നപ്പോ സിനിമ നേരെ നമ്മുടെ വീട്ടിലത്തേക്കാണ് കയറി വരുന്നത്. വളരെ സൂക്ഷിക്കണം. മറ്റേ തിയേറ്ററിൽ നമ്മളെന്ത് ചെയ്ത് രക്ഷകർത്താക്കൾ പോകണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു കുട്ടീനെ കൊണ്ട്. ഇപ്പൊ അതല്ല, പുതിയ ഈ സിനിമകളൊക്കെ നേരിട്ട് നമ്മുടെ വീടിനകത്തേക്ക് വരുന്നു. ഓരോ സിനിമയും ശ്രദ്ധ വേണം. കുട്ടികൾ അതെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ശ്രദ്ധ വേണം. നമ്മൾ കണ്ടിട്ടേ കുട്ടികളെ കാണിക്കാൻ പാടുള്ളൂ. എന്നോട് പലപ്പോഴും പറഞ്ഞു, എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു, അയ്യോ സാറേ അറിയാതെ മക്കളെയും കൊണ്ട് പോയി, ഞങ്ങൾ അനുഭവിച്ചിട്ടോ അത് കണ്ടിട്ട് എന്ന്. അപ്പൊ ഈ രക്ഷകർത്താക്കൾക്ക് ഒരു ശ്രദ്ധ വേണം. പിന്നെ റിയാക്ട് ചെയ്യണം. ഇത് ശരിയായില്ല എന്ന് പറയാനുള്ള പ്രേക്ഷകന്റെ അവകാശത്തെ ഉപയോഗിക്കണം. അത് സഭയാണെങ്കിൽ സഭ, മതങ്ങളാണെങ്കിൽ മതങ്ങള്. ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, ഇത്തരം രീതിയിൽ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ആ റൈറ്റാണ് നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കള്ളക്കടത്തുകാരുടെയും കഞ്ചിതക്കാരുടെയും സിനിമയാണെന്ന് പറഞ്ഞാൽ അതിനെ ബൈക്കോട്ട് ചെയ്യണം. ആ നടനെ ഇല്ലാണ്ടാക്കണം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു നടൻ തീരുമാനിച്ച് പുറപ്പെട്ടു വന്നാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ആ നടന്റെ സിനിമ കാണണ്ടെന്ന് ഞങ്ങൾ അങ്ങ് വയ്ക്കും. ഇത് നമുക്കുള്ള റൈറ്റ് ആണല്ലോ, കുടുംബങ്ങൾക്കുള്ള റൈറ്റ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള പ്രവണതകളെ ഞങ്ങൾ തല്ലി ഉടയ്ക്കും. നിങ്ങൾ അതിന് മെനക്കെട്ടിരുന്നുള്ള ഒരൊറ്റ വാണിംഗ് കൊടുത്താൽ പിന്നെ ആരും ആ വഴിക്ക് വരില്ല. വ്യക്തമാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തമാണ്. ഇവിടെ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ, ചില ആശങ്കകൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ചില കഥകളിൽ ചിലരുടെ ഇടപെടൽ കൊണ്ട് കഥകൾ മാറുന്നു, ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് സിനിമയുടെ സ്വഭാവം മാറുന്നു, ചിലരുടെ വിശ്വാസങ്ങൾ സിനിമയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് എന്ന ആശങ്കകളൊക്കെ ഇവിടെ ചർച്ചയിൽ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. ജാഗ്രത എന്നത് കേവലം പ്രേക്ഷകരുടെ മുഖത്തേക്ക് മാത്രം മുന്നോട്ട് വെക്കാതെ സിനിമയിലുള്ളവർ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സിനിമയിൽ കള്ളപ്പണവും ലഹരി മരുന്നും മറ്റ് അവിശുദ്ധ കൂട്ടുകെട്ടുകളും ഉണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ, തൻ്റെ പ്രതിഫലം നോക്കാതെ ശക്തമായി ശബ്ദിക്കാൻ ഈ രാജ്യത്തെ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നേറി വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ മേഖലയിലെ സന്തുലിതാവസ്ഥയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. ഈ ചർച്ചയിൽ ഏറ്റവും സജീവമായി പങ്കെടുത്ത സിനിമാ സംവിധായകൻ ശ്രീ അലി അക്ബർ, സിനിമാ സംവിധായകൻ ശ്രീ ടോം ഇമ്മട്ടി, സിനിമാ നിർമ്മാതാവ് ശ്രീ സിബി തോട്ടുപുറം, സാമൂഹിക നിരീക്ഷകൻ ശ്രീ സിജോ അമ്പാട്ട്, 4 പേർക്കും നന്ദി.